നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ NIA ഒരു വേട്ടയ്ക്കിറങ്ങി ഏതാണ്ട് 9ഓളം സ്ഥലങ്ങളിൽ. അതിൽ പ്രധാനമായിട്ട് പശ്ചിമ ബംഗാളിലെ കൊൽക്കട്ടയിൽ ജഗൂലി പ്രദേശവും ചുറ്റുവട്ടത്തുള്ള പല പ്രദേശങ്ങളും. കാരണം ഈ പ്രദേശങ്ങളിൽ മാവോയിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഛത്തീസ്ഗഡിലൊക്കെ ഉള്ളതുപോലെ ആയുധമെടുത്ത് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദികളല്ല. ആശയം കൊണ്ടാണ് ഞങ്ങൾ നേരിടുന്നത് എന്നുള്ള ഭാവത്തിൽ ബൗദ്ധിക തീവ്രവാദം, ഭീകരവാദം സമൂഹത്തിനിടയിൽ വിതയ്ക്കുന്ന അർബൻ നക്സലുകളുണ്ടല്ലോ, അവരുടെ ഈ മാവോയിസ്റ്റുകൾ എന്നുള്ളത് പൊതുവായി ഇവരെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നൊരു പദമാണെന്ന് മാത്രം ഇപ്പോൾ കരുതുക. കാരണം എല്ലാം മാവോയിസ്റ്റ് സംഘടനയാണോ, CPI-ML ആണോ എന്നുള്ളൊരു വാദപ്രതിവാദം ഒഴിവാക്കാനാണ് ഈ പറയുന്നത്, ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബൗദ്ധിക എന്നുള്ളത് ഇൻവേർട്ടഡ് കോട്ട്സിലാണ് ഞാൻ പറയുന്നത്. ബൗദ്ധിക ജീവികളെ പിടികൂടുവാനാണ് NIA ഇറങ്ങിയത്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് 9 പ്രദേശങ്ങളിൽ ഒരേ സമയം നടത്തിയ റെയ്ഡുകളിൽ 3 കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് NIAയുടെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം. ഈ കാരണങ്ങൾ തീർച്ചയായിട്ടുമുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്കും ഒരു കാരണമുണ്ട്. അതാണ് നമ്മുടെ വിഷയം. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം NIAയുടെ ഔദ്യോഗികമായ ഭാഷ്യം, അവരുടെ ഔദ്യോഗികമായ വിശദീകരണം. ഈ 3 പ്രദേശങ്ങളിൽ മാൽഡയിൽ ജുഡീഷ്യൽ ഒഫീഷ്യൽസിനെ, ന്യായാധിപന്മാരെ തടഞ്ഞു വെച്ച, ഇലക്ഷൻ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായത് 9 ജഡ്ജിമാരെ തടഞ്ഞു വെച്ച് ഏറെ നേരം പ്രശ്നമുണ്ടാക്കിയത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിരുന്നു അതിൻ്റെ മുന്നിൽ നിന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലെ ബുദ്ധികേന്ദ്രങ്ങൾ ഈ ബുദ്ധിജീവികളായിരുന്നു, ബൗദ്ധിക ഭീകരവാദികളായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിഷയം. ഇത് മാത്രമല്ല, നിരവധി തവണ അനധികൃതമായിട്ട് പല തന്ത്രപ്രധാനമായ പദ്ധതികൾക്കും തടസ്സമുണ്ടാക്കുവാൻ സമരങ്ങൾ സൃഷ്ടിച്ചത് എന്ന് തന്നെയാണ് ഔദ്യോഗിക ഭാഷ്യം. പൊതുവഴി തടസ്സപ്പെടുത്തി എന്നുള്ളത് ജനജീവിതം സ്തംഭിപ്പിച്ചു എന്നതിനപ്പുറം ഈ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലേക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തിയിൽ മുള്ളുവേലി കെട്ടുന്ന പ്രവൃത്തിക്ക് തടസ്സമുണ്ടാക്കുവാൻ, അതുമായി പോകുന്ന മുള്ളുവേലിക്കുള്ള സാമഗ്രികളുമായി പോകുന്ന വാഹനങ്ങളുടെ വഴി തടസ്സമുണ്ടാക്കുക, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് പ്രത്യക്ഷമായിട്ട് ഇതിനെതിരെ പ്ലക്കാർഡൊന്നും പിടിക്കില്ല. ആ പ്രതിഷേധം, അവിടെ നടത്തുന്ന പ്രതിഷേധം അതിനെതിരെയാണെന്നുള്ളൊരു ഭാവവും കാണില്ല. പക്ഷേ ആത്യന്തികമായി അതിൻ്റെ ലക്ഷ്യം അതായിരിക്കും. അത് ഒന്ന്. രണ്ടാമത്തേത് ബംഗാർ ബോംബിംഗ് എന്നുള്ളത് ഇലക്ഷൻ സംബന്ധിയായിട്ട് ഷൗക്കത്ത് എന്ന യഥാർത്ഥ പേരുള്ള സൈക്കേത് എന്ന് അറിയപ്പെടുന്ന ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ മുൻ MLA ആസൂത്രണം ചെയ്തൊരു ഇലക്ഷൻ പൂർവ്വ ആക്രമണമായിരുന്നു. അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും ഈ റെയ്ഡുകൾ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഔദ്യോഗികമായി ശരി തന്നെയാണ്. കാരണം കൃത്യമായിട്ട് രേഖകളെല്ലാം സംഭരിച്ച് തെളിവുകളെല്ലാം ശേഖരിച്ചാണ് NIA ഈ റെയ്ഡിനിറങ്ങിയത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ചില പ്രദേശങ്ങളിൽ NIA നടത്തിയ റെയ്ഡുകളിൽ ഒരല്പം രഹസ്യ സ്വഭാവമുണ്ട്. 9 പ്രദേശങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ ഏതൊക്കെ പ്രദേശങ്ങളിൽ ആരെയൊക്കെ ലക്ഷ്യമിട്ടാണ് ഈ രഹസ്യ സ്വഭാവമുള്ള റെയ്ഡുകൾ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും. എന്തിനാണ് ആ രഹസ്യ സ്വഭാവം? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ഔദ്യോഗിക വിശദീകരണത്തിനും അപ്പുറം ഒരല്പം ഗൗരവമുള്ളൊരു വിഷയം ഈ റെയ്ഡുകൾക്ക് പിന്നിലുണ്ട് എന്നുള്ളത്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, സ്റ്റാൻ സ്വാമി ഉൾപ്പെടെയുള്ള ഈ മാവോയിസ്റ്റുകൾ, ഇത്തരത്തിലുള്ള നക്സലുകൾ, അർബൻ നക്സലുകളെല്ലാം അറസ്റ്റിലായി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന രേഖകൾ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടു. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടുള്ള വധശ്രമം, ഗൂഢാലോചന തന്നെ. അത് പ്രധാനമന്ത്രിയെ വധിക്കണം, അയാളെ കൊന്നുകളയണം, ഇയാൾ മരിച്ചു പോയിരുന്നെങ്കിൽ എന്നുള്ള ജിഹാദികളുടെ വാട്സാപ്പ് വിലാപമല്ല. അതിനും അപ്പുറത്തേക്ക് എങ്ങനെ ഈ കൃത്യം നടപ്പാക്കണം, മണിപ്പൂർ പോലെ പ്രശ്നബാധിതമായൊരു പ്രദേശത്തേക്ക് ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് രാജീവ് ഗാന്ധിക്ക് നേരെ ഉണ്ടായതുപോലുള്ളൊരു വധശ്രമം അല്ലെങ്കിൽ ഒരു കൃത്യം, അത്തരത്തിലുള്ളൊരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടത്തണം, അതിനുള്ള ആയുധങ്ങൾ എങ്ങനെ കൊണ്ടുവരണം, ഗ്രനേഡുകൾ എങ്ങനെ സംഭരിക്കണം തുടങ്ങിയ വളരെ വിശദമായൊരു രൂപരേഖയായിരുന്നു. മാർഗരേഖ എന്ന് തന്നെ പറയാം. രൂപരേഖ എന്നുള്ളത് തുടക്കത്തിൽ മാത്രമല്ല, പക്ഷേ ഒരു കൃത്യമായ മാർഗരേഖ തയ്യാറാക്കുന്നതിൽ വരെ അവരെത്തിച്ചേർന്നിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, നേരിട്ടും അല്ലാതെയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ജിഹാദി ഭീകരന്മാരെ NIA പിടികൂടിയിരുന്നു. ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചരടുണ്ട്. ആ ചരട് നരേന്ദ്രമോദിയാണ്. കാരണം ഇവരുടെ എല്ലാം പൊതുശത്രു നരേന്ദ്രമോദിയാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെ വധിക്കുമ്പോൾ
അതിന് പിന്നിൽ 3 കാരണങ്ങളുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഭീകരവാദികൾ ആ രാഷ്ട്രീയ നേതാവിനെ വധിക്കുന്നത് ഒരു സന്ദേശം നൽകാനാണ്. ഞങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവിനെ വധിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് തങ്ങളുടെ ഒരു ഭീകരത, തങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയം വിതയ്ക്കുവാനാണ്. രണ്ടാമത്തേത് വ്യക്തിവിരോധമാണ്, രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ നടന്നതുപോലെ. മൂന്നാമത്തേത് അവരുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും തടയുന്ന ഒരു നേതാവിനെ, ഒരു പാർട്ടിയെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അതാണിപ്പോൾ നരേന്ദ്രമോദിക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു വധശ്രമങ്ങൾ ലോകരാഷ്ട്രങ്ങളിൽ എല്ലാം തന്നെ എടുത്തു നോക്കൂ, നേതാക്കളെ സംബന്ധിച്ച് വളരെ വിരളമാണ്. ഇതിനു മുൻപ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ജോൺ എഫ് കെന്നഡി മാത്രമാണ്. ജോൺ എഫ് കെന്നഡിയെ CIA ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ ലക്ഷ്യമിട്ടിരുന്നത് വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടായിരുന്നു. ജോൺ എഫ് കെന്നഡിയുടെ പിന്നിൽ അധോലോകവും ഉണ്ടായിരുന്നു. അതിൻ്റെയും കാരണം വ്യത്യസ്തമായിരുന്നു. നരേന്ദ്രമോദിയുടെ കാര്യം, രണ്ടുപേരുടെയും നേരെയുണ്ടായ വധശ്രമം, ജോൺ എഫ് കെന്നഡിയുടെ കാര്യത്തിൽ വിജയിച്ച വധശ്രമം, നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ ഭാരതത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഇതുവരെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കപ്പെടുന്ന വധശ്രമങ്ങൾ നടക്കുന്നത് ഒരു കാരണം കൊണ്ടാണ്. ചിലരുടെ ഉദ്ദേശങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന വ്യക്തിയാണ്, അധികാര കേന്ദ്രമാണ് ഇവരെന്നുള്ളത്. ജോൺ എഫ് കെന്നഡി ചില ദുഷ്ടശക്തികളുടെ കൂടെ നിന്നിട്ട് അവരെ പറ്റിച്ചതുകൊണ്ടും പിന്നീട് അവരുടെ ലക്ഷ്യങ്ങൾക്ക് വിഘാതമായതുകൊണ്ടുമാണ് വധിക്കപ്പെട്ടത്. നരേന്ദ്രമോദി ദുഷ്ടശക്തികളുടെ ഒപ്പം ഒരിക്കലും നിന്നിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ കാലത്തും അവരുടെ ലക്ഷ്യങ്ങൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും തടസ്സമായി തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ തന്നെ അദ്ദേഹം നിലകൊള്ളുന്നുണ്ട്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷം കഴിഞ്ഞ 12 വർഷങ്ങളായി അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും തടസ്സപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, സജീവമായി തന്നെ അവയൊക്കെ തകർത്തെറിയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു സ്വാർത്ഥതയില്ലാതെ ഈ ഭീകരവാദികൾക്കെതിരെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാവ് വിരളമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നേതാവ് ഉയർന്നു വരുന്നത് ഭാവിയിലും അത്തരത്തിലുള്ള നേതാക്കൾ ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി വരുമെന്നുള്ള ഭയവും ഈ വ്യക്തി തങ്ങൾക്കിപ്പോൾ സൃഷ്ടിക്കുന്ന തടസ്സങ്ങളുമാണ് അദ്ദേഹത്തിന് നേരെയുള്ള വധശ്രമങ്ങൾക്ക് കാരണം. ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ഗൂഢാലോചനകൾക്ക് കാരണം. ഗൂഢാലോചനകളെന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, വ്യക്തമായ മാർഗരേഖകൾ തയ്യാറാക്കി അവർ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. ഇത്രയും വിവരങ്ങൾ, ഈ കാത്തിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ NIA തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്തിനാണ് പെട്ടെന്ന് NIA പശ്ചിമ ബംഗാളിൽ റെയ്ഡുകൾ നടത്തിയത്? ഈ നമ്മുടെ ബംഗാർ ബോംബിംഗ് കേസാണെങ്കിലും മാൽഡയിലെ ഇത്തരത്തിലുള്ള അർബൻ നക്സലുകളെ പിടികൂടാനാണെങ്കിലും ഇനിയും ദിവസങ്ങളുണ്ട്, മുൻപേയും ആകാമായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൃത്യമായിട്ട് ആളുകളെ പിടികൂടിയത് 2 കാരണങ്ങൾ കൊണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു റെയ്ഡ് ഈ കഴിഞ്ഞ ദിവസം തന്നെ 9 ഇടങ്ങളിൽ NIA നടത്തിയത് 2 കാരണങ്ങൾ കൊണ്ടാണ് എന്ന് രഹസ്യാന്വേഷണ ഏജൻസിയുമായി വളരെ അടുത്ത് പരിചയമുള്ള വിദഗ്ധർ പറയുന്നു. പ്രേക്ഷകർക്കറിയാം, തത്വമയി ന്യൂസിനുള്ളതുപോലെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കാര്യത്തിലുള്ള ഒരു പാരമ്പര്യം അധികം മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങളുടെ സൂചനകൾ ലഭിക്കുമ്പോൾ ഇതിൻ്റെ സ്ഥിരപ്പെടുത്തുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ഥിരീകരിക്കുന്ന തെളിവുകൾ വരുന്നതിനനുസരിച്ച് അവയും പങ്കുവയ്ക്കാം. പക്ഷേ ഇപ്പോൾ സൂചനകളാണ് പ്രേക്ഷകർക്ക് നൽകുന്നത്. ഈ റെയ്ഡുകൾ നടന്നതിൻ്റെ പ്രധാന കാരണം 2. ഒന്ന്, ഇത്തരത്തിലുള്ള ആളുകളെ, ഏറ്റവും കൂടുതൽ ആളുകളെ, അതായത് ഈ സംഘത്തിലെ മുഴുവൻ ആളുകളെയും പിടികൂടണമെന്നുള്ള ലക്ഷ്യം വെച്ച് കൃത്യമായ ആസൂത്രണത്തോടുകൂടി NIA അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഒടുവിൽ കൃത്യമായിട്ട് എല്ലാ ആളുകളിലേക്കും എത്തുവാനുള്ള അടിസ്ഥാന തെളിവുകളായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നടത്തിയ റെയ്ഡ്. രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ഇന്ന് മുതൽ ഒഡീഷ മുതൽ പശ്ചിമ ബംഗാൾ വരെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി ഒരു പര്യടനം തുടങ്ങുകയാണ്. അതായത് ഈ ബുദ്ധിജീവികളുടെ, ബൗദ്ധിക ഭീകരവാദികളുടെ പരിധിയിൽ അദ്ദേഹം എത്തപ്പെടുന്നു. പലരും പറയുന്നത്, സാധാരണക്കാർ പറയുന്നത്, അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഈ വിഷയത്തെക്കുറിച്ച് കേരളത്തിലധികം റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടില്ല. ഒരു വീഡിയോ പോലും സംപ്രേഷണം ചെയ്യപ്പെട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളിലത് പറയുക. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധ ചെലുത്തിയ മാധ്യമങ്ങൾ പോലും ഒന്നുകിൽ സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിൽ ഇന്ന ഇടങ്ങളിൽ റെയ്ഡ് നടന്നു, 9 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു എന്നുള്ളിടത്ത് പേരുകൾ പോലും പലതേ, മാൽഡ പ്രദേശം പോലും പരാമർശിക്കപ്പെടാതെയുള്ള വിവരങ്ങളാണ്, അറിഞ്ഞപടി പുറത്ത് വിട്ട വിവരങ്ങൾ. അതിനും അപ്പുറത്തേക്കുള്ള വിശകലനം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് അടിസ്ഥാനപരമായി സുവേന്ദു അധികാരി സർക്കാർ ഭരണത്തിലേറിയതിനു ശേഷം NIAക്ക് മുൻപ് പിടികൂടുവാൻ പറ്റാത്ത ഭീകരവാദികളെയും ഇത്തരത്തിലുള്ള മാവോയിസ്റ്റുകളെയും പിടികൂടുവാൻ ഇപ്പോൾ അവസരം ലഭിച്ചിരിക്കുന്നു.
സത്യമാണ്, അധികാരത്തിൻ്റെ കാര്യത്തിൽ വെച്ചത് സത്യമാണ്. പക്ഷേ അതുകൊണ്ടല്ല കാരണം ഇത്തരത്തിലുള്ള ഭീകരവാദികളെ പിടികൂടണമെങ്കിൽ സുവേന്ദു അധികാരി സർക്കാർ ന്യായമായും ഈ വലിയ ഗൗരവമുള്ള പ്രശ്നങ്ങളൊന്നും ഈ സമീപഭാവിയിൽ ഇവരെ പ്രതി നടക്കുവാൻ സാധ്യതയില്ലെങ്കിൽ അവർ സ്വീകരിക്കുവാൻ പോകുന്ന ഏറ്റവും നല്ല മാർഗം, അല്ലെങ്കിൽ അവർ സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല മാർഗം യുപിയിൽ യോഗി സർക്കാർ ചെയ്യുന്നതാണ്. പശ്ചിമ ബംഗാൾ പോലീസിനെ ഉപയോഗിച്ച് തന്നെ ഇവരെ വലയിലാക്കുക, അതിനുശേഷം കേസ് NIAക്ക് കൈമാറുക. അത് ചെയ്യുമ്പോൾ രണ്ടുണ്ട് ഗുണം. ഒന്ന്, ക്രമസമാധാന നില തകർന്നു കിടന്നിരുന്ന ബംഗാളിൽ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കപ്പെടുകയാണ് എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം നൽകപ്പെടും. പിന്നെ രണ്ടാമത്തേത് തീർച്ചയായും ഒഴിവാക്കാനാവാത്ത രാഷ്ട്രീയ പ്രതിച്ഛായയാണ്. ആ പ്രതിച്ഛായ മിനുക്കുവാനും സുവേന്ദു അധികാരിക്ക് ഒരു അവസരം ലഭിക്കും. അത് എല്ലാവരും ചെയ്യുന്നതാണ്. അത്തരത്തിൽ നന്മ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും ആ പ്രവൃത്തി ജനങ്ങളെ അറിയിക്കണം, അതുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ പ്രതിച്ഛായ വർദ്ധിക്കണമെന്നുള്ള ഒരു സ്വാർത്ഥ താല്പര്യം എല്ലാ രാഷ്ട്രീയക്കാർക്കുമുണ്ട്. അത് സ്വാർത്ഥത എന്നുള്ളത് എന്തിനെ പ്രതിയുള്ള സ്വാർത്ഥത ആണ് എന്നുള്ളതിലാണ് ചോദ്യവും അതിൻ്റെ പ്രസക്തിയും. നരേന്ദ്രമോദിയും യോഗിയും സംബന്ധിച്ചുള്ള സ്വാർത്ഥത രാജ്യത്തെ പ്രതിയുള്ള സ്വാർത്ഥതയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ കൂടുതൽ കാലം അധികാരത്തിലിരിക്കുകയും കൂടുതൽ നന്മകൾ ഭാരതത്തിന് വേണ്ടി ചെയ്യുവാനുള്ള ഒരു അവസരം തങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഒരു പ്രതിച്ഛായ മിനുക്കലാണത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കം നടത്തുവാനായിരുന്നു സുവേന്ദു അധികാരിക്ക് ഏറ്റവും എളുപ്പം. അത് ചെയ്യാതെ നേരിട്ട് NIA ഇടപെട്ടത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഗൂഢാലോചനകൾ രാജ്യമൊട്ടാകെ നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. വളരെ ഈ തത്വമയി ന്യൂസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഏതാണ്ട് ഒരു വർഷത്തോളമായി ഉൾപ്പെടെ ആണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് തന്നെ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ പറഞ്ഞിരുന്നു. വളരെ ദുരിതപൂർണമായൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാഷ്ട്രം ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ച് കടന്നു പോകുന്നത്. നിരവധി ഭീകരാക്രമണങ്ങൾ, വലിയ എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ മുന്നോട്ടുള്ള ഒരു വർഷങ്ങളിലുണ്ട്. 2026 ഒട്ടും സുഖകരമായൊരു വർഷമായിരിക്കില്ല എന്നുള്ളത് വ്യക്തിപരമായി ഞാൻ തന്നെ പലതവണയും പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ള വിവരങ്ങളാണ്. നമ്മുടെയൊക്കെ ഭാഗ്യവശാൽ പല ശ്രമങ്ങളും അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളിലേക്ക് എത്തിച്ചേർന്ന് അവ ഭീകരരുദ്ദേശിച്ച ഫലപ്രാപ്തിയിലെത്തുവാനുള്ള സാധ്യതകൾ പലതും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന, സജീവമായി പ്രവർത്തിക്കുന്ന NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളും. അതുകൊണ്ട് തന്നെ അവർക്കൊരു അഭിനന്ദനം അർഹിക്കുന്നു. പക്ഷേ അവരുടെ കാര്യത്തിൽ എപ്പോഴും ഈ ഭീകരവാദികളും രഹസ്യാന്വേഷണ ഏജൻസികളും തമ്മിലുള്ള ഒളിച്ചുകളിയിൽ എപ്പോഴും പറയാറുള്ളത് പോലെ NIAയ്ക്കും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികൾക്കും എല്ലാ തവണയും ജയിക്കണം, ഭീകരവാദികൾക്ക് ഒരു തവണ ജയിച്ചാൽ മതി. അവിടെയാണ് ഈ പ്രശ്നം ഉള്ളത്. ഡൽഹി ബോംബ് സ്ഫോടനം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. അവരുടെ കൃത്യമായ ലക്ഷ്യത്തിലായിരുന്നില്ല ആ സ്ഫോടനം നടന്നത്. പിടികൂടും രഹസ്യാന്വേഷണ ഏജൻസികൾ എന്ന ഘട്ടം എത്തിയപ്പോൾ എവിടെയെങ്കിലും ഉള്ളതാകട്ടെ, ഉള്ള ഹൂറികളെ കിട്ടിയാൽ മതി, 72 വേണമെന്നില്ല, ഒരു 10 കിട്ടിയാലും മതി എന്ന് വെച്ച് ഏറ്റവും തിരക്കുള്ളൊരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ വെച്ച് ഇമ്പൾസീവായിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ രാജ്യമാകെ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഭീകരവാദികളെ പിടികൂടുന്നതുമുണ്ട്. പക്ഷേ തെന്നിയും തെറിച്ചും അറിയപ്പെടാത്ത ഏതെങ്കിലും ഒരുവൻ ഒരാഴ്ചയ്ക്കുള്ളിൽ NIA എത്തിച്ചേർന്നേക്കാവുന്നൊരു ഭീകരവാദി, പിടികൂടപ്പെട്ടേക്കാമായിരുന്നൊരു ഭീകരവാദി ഏതെങ്കിലും തരത്തിൽ തൻ്റെ കൂട്ടാളികൾ പിടിയിലായി എന്നുള്ളൊരു സൂചന ലഭിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇംപ്രവൈസ് ചെയ്യുക എന്ന് പറയില്ലേ, ആ രീതിയിലൊരു ഭീകരവാദം ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ വേണ്ട എവിടെയെങ്കിലും വെച്ച് ഈ ഡൽഹിയിൽ സംഭവിച്ചതുപോലെ നടപ്പാക്കിയാൽ അതും ഭീകരവാദ പ്രവർത്തനം തന്നെയാണ്, ഭീകരവാദ ആക്രമണം തന്നെയാണ്. അതാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അത് നാം മനസ്സിലാക്കുകയും വേണം. എന്നിരുന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതി വലിയ ഗൂഢാലോചനകൾ രാജ്യത്തിനകത്തും പുറത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ, ഒരുപക്ഷെ അത് വധശ്രമത്തിനും അപ്പുറം അദ്ദേഹത്തിനെ അധികാരത്തിൽ നിന്ന് ഇറക്കുവാൻ, രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഗൂഢാലോചനകൾ വരെ ചെന്നെത്താം. ഈ കാര്യങ്ങളുടെ ചരടുകൾ ഈ ഒരു കേന്ദ്രബിന്ദുവിൽ നിന്ന് നീളുന്ന ചരടുകളല്ലിത്. ഇത് പല ചരടുകൾ കൂടി മോദിയിലേക്ക് ഒരു മുനവെച്ച ലക്ഷ്യങ്ങളുമായി എത്തുന്ന ഗൂഢാലോചനകളാണ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള അനുമാനം. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടിയാണ് രാജ്യം മുന്നോട്ട് നീങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ എന്നെ സംരക്ഷിക്കുക എന്നുള്ളത് ഭാരതത്തിലെ ജനങ്ങൾ ചെയ്തുകൊള്ളും, രഹസ്യാന്വേഷണ ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഭയന്ന് ഞാൻ എന്തായാലും ഡൽഹിയിൽ പതുങ്ങിയിരിക്കുവാൻ പോകുന്നില്ല. ഞാൻ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലുമൊക്കെ എൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അദ്ദേഹത്തെ പരമേശ്വരൻ കാത്തുകൊള്ളുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളുടെ വിശ്വാസം എന്താണ്? ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വിവരം
നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിലും അത് കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതിനുമപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി കുടുംബത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെന്നുള്ളത് തീർച്ചയായും ഉറപ്പുവരുത്തുക. അതിന് ഒരേ ഒരു മാർഗം സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. 40% പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പല വീഡിയോകളും കാണുന്നത്. ദൗർഭാഗ്യകരമായൊരു സംഗതിയാണ്. ഇനിയും നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നുള്ളത്. കുടുംബത്തിലേക്ക് കടന്നു വരിക, സബ്സ്ക്രൈബ് ചെയ്യുക, സംവാദങ്ങൾ തുടരുക. അതുകൊണ്ട് തന്നെ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.